27ാമത്തെ എപ്പിസോഡ് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. പനത്തുറ എന്ന ഭാഗത്ത് പ്രശസ്തമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എതിർവശത്തും അറേബ്യൻ കടൽ വലതുവശത്തും പരന്നു കിടക്കുന്ന ഈ ഭൂതലം എത്ര സുന്ദരമാണെന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്ത സംവിധായകനായ പത്മരാജനെ കുറിച്ചാണ്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. പെരുവഴിയമ്പലം എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്തും മറ്റ് സിനിമകളുടെ പണിപ്പുരയിൽ ഇരിക്കുമ്പോഴും അതിൻ്റെ തുടക്ക സമയത്തും പൂജപ്പുരയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനും ചിത്രങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൗനത്തിൽ നിന്നും ഉണരുന്നൊരു പക്ഷിയെ പോലെയാണ് പത്മരാജൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം 2-3 കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. കത്തുകൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. സിനിമയുടെ എല്ലാ വശങ്ങളും വ്യക്തതയോടെ മുൻകൂട്ടി കാണുന്ന പത്മരാജൻ്റെ അടുത്ത് ഞാനൊരിക്കൽ പറഞ്ഞു, സാറിൻ്റെ ഒരു ചിത്രത്തിൽ എനിക്ക് നല്ല റോളിൽ അഭിനയിക്കണം. അതിനെന്താ, അഭിനയിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിച്ചു. ഞാൻ അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ശരവണ്ണനെ ഞാൻ വിളിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയിലെ കുറേ സ്കിൽസുകളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്നെ അഭിനയിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാനന്ന് ദുബായിലാണ്. ഒരു കാരണവശാലും എനിക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്ന്. എന്നുവെച്ചാൽ ഒരു അവധി കഴിഞ്ഞ് മടങ്ങി വന്ന് ജോയിൻ ചെയ്തിട്ട് 10 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പിന്നീട് ഞാൻ അതിന് മറുപടി പറഞ്ഞു, സാർ ഈ അവസരത്തിൽ എനിക്ക് വരാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കിട്ടുന്ന കാര്യങ്ങളൊന്നും, കിട്ടുന്ന ചാൻസുകളൊന്നും വീണ്ടും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത് ഞങ്ങളുടെ സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീമതി ശ്രീജ അജയോടും ആ മാഡത്തിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പറയുക, നമുക്ക് ലഭിച്ചോ ലഭിച്ചില്ല എന്നുള്ളത് വേറൊരിതാണ്. നാളൊരു സമയത്ത് നിങ്ങൾ എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ എപ്പോഴും വലിയവനാണെന്ന് ചിന്തിക്കാണ്ട് നമ്മൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കുക. നമ്മൾ ഏത് തലത്തിൽ എത്തിച്ചേർന്നാലും നമ്മുടെ പിന്നാമ്പുറം നമ്മളാക്കിയവരെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു തരിമ്പിൻ്റെ സഹായമെങ്കിലും ചെയ്തിട്ടുള്ളവരെ നമ്മളെന്നും ഓർമ്മിക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞങ്ങൾ ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയാണ് വരുന്നതിൻ്റെ സൗകര്യം, പിന്നെ തലേ ദിവസത്തെയുള്ള തയ്യാറെടുപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് ഒരു ചെറിയൊരു പ്രോജക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു വലിയൊരു ഫിലിമിൻ്റെ കാര്യമാകുമ്പോൾ അതിൻ്റെ തലങ്ങൾ വളരെ വലുതാണ്. എന്തുകൊണ്ടും കാലത്തിൻ്റെ കടന്നുപോക്കിൽ ശ്രീ പത്മരാജനും കടന്നുപോയി എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അദ്ദേഹം എനിക്ക് അയച്ച കത്തുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം വിളങ്ങുന്ന ചിത്രങ്ങൾ എല്ലാം മനസ്സിൽ ഇന്നും ഒരു ചിത്രം പോലെ പതിഞ്ഞു കിടക്കുന്നു. ആ നല്ല ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത്. അടുത്ത അധ്യായത്തിലേക്ക് കടക്കട്ടെ. ആരംഭം 27.